യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കപ്പെട്ട ഒരു ചലച്ചിത്രം 2005 പുറത്തിറങ്ങിയ അമേരിക്കൻ ബയോഗ്രഫിക്കൽ സ്പോർട്സ് ഡ്രാമ ഫിലിം സിൻഡ്രല്ല മാൻ. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥയെ ആരംഭിക്കുന്നത് 1928 ജെയിംസ് ജെ ബ്രാഡോക്ക് എന്നു പേരുള്ള ഐറിഷ് അമേരിക്കൻ ബോക്സറെ നമ്മൾ പരിചയപ്പെടുന്നു. അദ്ദേഹം കായികരംഗത്ത് വളർന്നു വരുന്ന സമയം തന്റെ കഴിവും ദൃഢനിശ്ചയവും കൊണ്ട് മത്സരങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം ജയിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ ജോ ആയിരുന്നു എപ്പോഴും കൂടെയുണ്ടായിരുന്നതും. ജോ തന്നെയാണ് അദ്ദേഹത്തിന്റെ മാനേജറായി പ്രവർത്തിച്ചതും. അവർ ഒരുമിച്ച് ഒട്ടനവധി വിജയങ്ങൾ നേടിയെങ്കിലും ബോക്സിംഗിൽ നിന്നുള്ള വരുമാനം ഒരു സുഖകരമായ ജീവിതം ഉറപ്പാക്കാൻ മാത്രമുള്ളതായിരുന്നില്ല. ജെയിംസിന് താൻ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. ഭാര്യ മെയ്യും മക്കളുമടങ്ങുന്ന കുടുംബം. മെയ്യും അദ്ദേഹത്തെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. എങ്കിലും ബോക്സിംഗിലെ അപകടങ്ങളെക്കുറിച്ചും പരിക്കേൽക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും അവൾ എപ്പോഴും ആശങ്കാകുലയായിരുന്നു. എന്നിരുന്നാലും ബോക്സിംഗ് ഇല്ലെങ്കിൽ വീട്ടുചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും അവൾക്ക് കൃത്യമായിട്ടറിയാം. കാലം അങ്ങനെ മുന്നോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. 1933 ആയപ്പോഴേക്കും ജെയിംസ് കടുത്ത വിഷമത്തിലായി. തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി താൻ സ്വപ്നം കണ്ട ആ ഉയരങ്ങളിലേക്കെത്താൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നലുകൾ ഉടലെടുക്കാൻ ആരംഭിച്ചു. ഗ്രേറ്റ് ഡിപ്രഷന്റെ കാലം കൂടിയാണ്. വീട്ടുചെലവുകൾ നടത്താൻ അദ്ദേഹം കിട്ടുന്ന ജോലികളെല്ലാം ചെയ്യാൻ ആരംഭിച്ചു. കപ്പൽ തുറയിലെ ഒരു ലോങ് ഷോർ കമ്പനിയിൽ പോലും അദ്ദേഹം ജോലിക്ക് പോയി. അവിടെയാകട്ടെ കയറ്റിറക്ക് ജോലികൾ വളരെ കുറവും ജോലിയുടെ കാര്യങ്ങൾ അനിശ്ചിതത്വത്തിലുമായിരുന്നു. എന്നിരുന്നാലും തനിക്ക് അന്ന് രാത്രി ഒരു മത്സരമുണ്ടെന്നും അതിൽ നിന്ന് $50 സമ്പാദിക്കാൻ കഴിയുമെന്നും മേയോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ബോക്സിംഗ് തുടർന്നുകൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് $50 കിട്ടുക എന്ന് പറഞ്ഞാൽ പോലും അത് വളരെ വലിയൊരു തുകയായിരുന്നു. പതിവ് പോലെ അന്ന് പുലർച്ചെ ജോലിക്കായി അയാൾ കപ്പൽ തുറയിൽ പോയി. പക്ഷേ അന്ന് ജോലിയൊന്നും കിട്ടിയില്ല. തിരികെ വീട്ടിലെത്തിയപ്പോഴാകട്ടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ജെ ഒരു ഇറച്ചിക്കടയിൽ നിന്ന് ഒരു കുപ്പി മോഷ്ടിച്ചിരിക്കുന്നു. മോഷ്ടിച്ച സാധനത്തിന് പണം നൽകണമെന്ന വാശിയിൽ ജെയിംസ് ജെയും കൂട്ടി അത് തിരികെ നൽകാൻ പോയി. ഒടുവിൽ പുറത്തിറങ്ങിയപ്പോ തന്റെ കൂട്ടുകാരന്റെ മാതാപിതാക്കൾക്ക് അവനെ വളർത്താൻ സാമ്പത്തികമായി സാധിക്കാത്തതുകൊണ്ട് അവനെവിടേക്കോ ദൂരേക്ക് അയക്കുകയാണ് എന്ന് ജെ സങ്കടത്തോടെ തന്റെ പിതാവിനടുക്കൽ പറഞ്ഞു. ജെയിംസ് മകന്റെ കണ്ണുകളിലേക്ക് നോക്കി. ജീവിതം എത്ര തന്നെ പ്രതിസന്ധിയിലായാലും ഇനിയൊരിക്കലും മോഷ്ടിക്കരുത് എന്നവനെ കൊണ്ട് അദ്ദേഹം സത്യം ചെയ്യിപ്പിച്ചു. ജയ് അത് സമ്മതിക്കുകയും ചെയ്തു. പകരമായി ജെയിംസ് തന്റെ മക്കളെ ഒരിക്കലും തങ്ങളിൽ നിന്ന് ദൂരേക്ക് അയക്കില്ലെന്നും എപ്പോഴും മക്കളെ തങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തുമെന്ന് അവൻ ഉറപ്പ് നൽകി. അന്ന് രാത്രി ജെയിംസ് ബോക്സിംഗ് മത്സരത്തിനായി പുറപ്പെട്ടു. ജോ അദ്ദേഹത്തിന്റെ കൈകൾ പരിശോധിച്ചു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ജെയിംസ് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരിടയ്ക്ക് ജെയിംസിന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു. ഒരു ഫ്രാക്ചർ ഉണ്ട്. ജെയിംസ് ജോയോട് പറഞ്ഞു, തന്റെ കയ്യിൽ പണമൊന്നുമില്ല, തനിക്കിതും മത്സരിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും മത്സരിച്ച് ആ പണം നേടണം, ഇല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഒരുപാട് കഷ്ടത്തിലാകും. ജെയിംസ് നിർബന്ധം പിടിച്ചപ്പോ ജോ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. കൈകളിൽ ടേപ്പൊക്കെ ഒട്ടിച്ച് അദ്ദേഹത്തെ അവൻ റിങ്ങിലേക്ക് അയച്ചു. തുടക്കത്തിൽ ജെയിംസ് തന്റെ കഴിവും കരുത്തും പ്രകടിപ്പിച്ചുകൊണ്ട് മികച്ച രീതിയിൽ മത്സരിച്ചു. എന്നാൽ മത്സരത്തിനിടയിൽ എതിരാളിയുടെ ശക്തമായൊരു ഇടികൊണ്ട് അദ്ദേഹത്തിന്റെ വലതു കൈയിലെ അസ്ഥി പൂർണ്ണമായും തകർന്നു. ആ വേദന സഹിക്കാനാവാത്തതായിരുന്നു. അദ്ദേഹത്തിന് ആ കൈ ഒട്ടും ഉപയോഗിക്കാൻ കഴിഞ്ഞതേയില്ല. ഇടതു കൈയിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ടു പോകാൻ ജോ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എങ്കിലും അസഹനീയമായ വേദന അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. മത്സരം കൈവിട്ടുപോയി. റഫറി മത്സരം നിർത്തിവെച്ചു. അതോടെ പ്രകോപിതരായ കാണികൾ പോപ്കോണും നിലക്കടലയും മറ്റും റിങ്ങിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. ഈ ബഹളം കണ്ട ബോക്സിംഗ് കമ്മിറ്റി തങ്ങൾക്ക് തങ്ങളുടെ കാണികളെ നഷ്ടപ്പെടുമോ എന്ന് ഭയന്നു. കാണികളെ ജെയിംസ് ചതിച്ചതിന് തുല്യമാണല്ലോ. ജെയിംസിന്റെ ബോക്സിംഗ് ജീവിതം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനിച്ചു. തന്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞ് തന്റെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തരുത് എന്ന് ജെയിംസ് അവരോട് അപേക്ഷിച്ചെങ്കിലും അവർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. താൻ ജീവന് തുല്യം സ്നേഹിച്ച കായിക വിനോദവും തന്റെ ജീവിതത്തിന്റെ അർത്ഥമായിരുന്ന ആ സ്വപ്നവും തകർന്നു പോകുന്നതോർത്ത് ജെയിംസ് ഹൃദയം പൊട്ടി നിന്നു. ജെയിംസ് പിന്നീട് ഭാര്യയുടെ അടുത്തേക്ക് മടങ്ങിയെത്തി. എങ്കിലും തന്റെ സങ്കടവും മറ്റും അവൾക്ക് മുമ്പിൽ അവൻ കാണിച്ചതേയില്ല. അതവൻ അവളിൽ നിന്ന് ഒളിച്ചുവെച്ചു. കമ്മിറ്റി തനിക്ക് പണം നൽകാൻ വിസമ്മതിച്ചെന്നും തന്റെ മത്സരം അവരെ നാണം കെടുത്തിയെന്ന് പറഞ്ഞെന്നും തന്റെ ബോക്സിംഗ് ലൈസൻസ് അവർ റദ്ദാക്കിയെന്നും മാത്രമായിരുന്നു അദ്ദേഹം അവളോട് പറഞ്ഞത്. ഇനിയൊരിക്കലും അദ്ദേഹത്തിന് ബോക്സിംഗിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുകൂടിയാണ് അതിനർത്ഥം. മെയ്യുടെ മനസ്സിൽ സമ്മിശ്ര വികാരങ്ങളായിരുന്നു. അത്രയും അപകടം നിറഞ്ഞൊരു കായിക രംഗത്ത് അദ്ദേഹം ഇനി ജീവിതം പണയം വെക്കില്ലല്ലോ എന്നോർത്ത് ഒരു വശത്ത് അവൾക്ക്
ആശ്വാസം തോന്നിയിരുന്നു. എന്നാൽ മറുവശത്താകട്ടെ വീട്ടുചെലവുകളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്ന കാര്യത്തിൽ അവൾ കടുത്ത ആശങ്കയിലുമായിരുന്നു. കുട്ടികളെ വളർത്താൻ പണമില്ലാത്തതുകൊണ്ട് അവരെ തൽക്കാലം തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് അയച്ചാലോ എന്നുവരെ അവൾ ചിന്തിച്ചു. അക്കാര്യം അവൾ ജെയിംസിനോടും ചോദിച്ചു. കുടുംബത്തെ സഹായിക്കാൻ താൻ കൂടുതൽ തയ്യൽ ജോലികൾ ചെയ്യാമെന്നും അവൾ ഉറപ്പു നൽകി. എന്നാൽ കുട്ടികളെ തങ്ങളിൽ നിന്ന് അകറ്റാൻ കഴിയില്ല എന്നായിരുന്നു ജെയിംസ് തറപ്പിച്ചു പറഞ്ഞത്. അവളുടെ ആ തീരുമാനത്തെ ജെയിംസ് തള്ളിക്കളയുകയും ചെയ്തു. കപ്പൽ തുറയിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുമെന്നും അവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും തിരയുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പിന്നാലെ ആ അവസ്ഥയിൽ കുടുംബത്തെ കൊണ്ടെത്തിച്ചതിന് അദ്ദേഹം മെയ്യോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ആ സമയം അവൾ അദ്ദേഹത്തെ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ചേർത്തു പിടിച്ചു. അവളുടെ ഈ അചഞ്ചലമായ പിന്തുണയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. കാരണം ജെയിംസിന് തന്റെ ഭാര്യയും മക്കളുമായിരുന്നു മറ്റെന്തിനേക്കാളും വലുത്. അടുത്ത ദിവസം കയ്യിൽ 3 അസ്ഥിഭംഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും കപ്പൽ തുറയിലെ ജോലിക്ക് ജെയിംസ് പോയി. അവൻ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കൂലി കിട്ടിയില്ലെങ്കിൽ തന്റെ കുടുംബം പട്ടിണിയാകും എന്നയാൾക്ക് കൃത്യമായിട്ടറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്റെ പരിക്ക് ഒളിച്ചുവെച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. സാധനങ്ങൾ ഇറക്കുന്നതിനിടയിൽ മറ്റൊരു തൊഴിലാളി അദ്ദേഹത്തിന്റെ കയ്യിലെ പരിക്ക് ശ്രദ്ധിച്ചു. ജെയിംസ് കാരണം തങ്ങളുടെ ജോലിയുടെ വേഗത കുറയുകയാണ് എന്നയാൾ പരാതിപ്പെട്ടു. തനിക്ക് ഈ ജോലി അത്രമേൽ അത്യാവശ്യമാണെന്ന് ജെയിംസ് അവനെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചു. ആ സമയത്ത് അവിടെ എത്തിയവരുടെ സൂപ്പർവൈസർ ജെയിംസിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിലും പരിഹാരമൊന്നും നിർദ്ദേശിക്കാതെ അവിടുന്ന് പോയി. ഇതിനിടയിൽ കഴിഞ്ഞ 4 മാസമായി ബില്ലടയ്ക്കാത്തതുകൊണ്ട് ജെയിംസിന്റെ കുടുംബത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അടയ്ക്കേണ്ട തുക $44.12 ആയിരുന്നു. എന്നാൽ ജെയിംസിന്റെ കയ്യിലാകട്ടെ $6.74 മാത്രമേയുള്ളൂ. വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹം നേരത്തെ തന്നെ വിറ്റിരുന്നു. ഇപ്പോൾ വിൽക്കുവാൻ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. വൈദ്യുതിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കടുപ്പത്തിലാകും. വീട്ടിൽ ഹീറ്റർ ഉപയോഗിക്കാൻ സാധിക്കില്ല. കഠിനമായ തണുപ്പ് ജീവിതം ദുസ്സഹമാക്കും. വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതായതോടെ കഠിനമായ തണുപ്പ് കാരണം കുട്ടികൾക്ക് അസുഖം വരാൻ ആരംഭിച്ചു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ജെയിംസ് വീട്ടിലെത്തിയപ്പോ മക്കളെ അവിടെ കണ്ടില്ല. കുട്ടികളുടെ സുരക്ഷിതത്വത്തിനായി അവരെ തന്റെ പിതാവിന്റെയും സഹോദരിയുടെയും വീട്ടിലേക്ക് അയച്ചതാണ് എന്ന് മെയ് വ്യക്തമാക്കി. ജെയിംസ് അത് കേട്ടതും വല്ലാതെ മാനസികമായി തകർന്നു. തന്റെ മകന് താൻ നൽകിയ വാക്കിനെപ്പറ്റി അദ്ദേഹം എടുത്തു പറഞ്ഞു. തന്റെ ഭാര്യയെ അതിനെപ്പറ്റി ഓർമ്മിപ്പിച്ചു. താൻ വഞ്ചിക്കപ്പെട്ടു, ഭാര്യ തന്നോട് പറയാതെ അത് ചെയ്തു എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ തന്റെ മുന്നിൽ മറ്റൊരു വഴിയുമില്ലാതിരുന്നതുകൊണ്ട് താൻ അങ്ങനെ ചെയ്തത് എന്ന് മെയ് പറഞ്ഞു. സങ്കടം താങ്ങാനാവാതെ ജെയിംസ് വീട്ടിൽ നിന്നിറങ്ങി. അവരുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ കാലഘട്ടമായിരുന്നു അത്. $44 ബില്ലടയ്ക്കാൻ പണമില്ലാതെ ജെയിംസ് പൊതുജനസഹായ ഓഫീസിനെ നേരിട്ട് ചെന്ന് സമീപിച്ചു. അവിടെ നിന്ന് $19 സഹായം കൈപ്പറ്റി. പിന്നീട് അദ്ദേഹം പണ്ട് മത്സരിച്ചിരുന്ന ബോക്സിംഗ് അറീനയ്ക്കടുത്തുള്ള ഒരു പ്രധാന കഫറ്റീരിയ സന്ദർശിച്ചു. അവിടെയുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാമായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു ചെന്ന അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞു, കപ്പൽ തുറയിൽ എനിക്ക് സ്ഥിരമായി ജോലി കിട്ടുന്നില്ല. വീട്ടിലെ കറണ്ട് ബില്ലടയ്ക്കാൻ പോലും കഴിയുന്നില്ല. മക്കളെ അതുകൊണ്ട് ദൂരേക്ക് അയക്കേണ്ടി വന്നു. അദ്ദേഹം തന്റെ സാഹചര്യം അവരോട് പൂർണ്ണമായി വിവരിച്ചു. കുട്ടികളെ തിരികെ വീട്ടിലെത്തിക്കാൻ തനിക്കിനിയും $18.38 കൂടി വേണമെന്നും മറ്റു വല്ല വഴികളുണ്ടായിരുന്നെങ്കിൽ താൻ ഒരിക്കലും അവരോടൊന്നും സഹായം ചോദിച്ചു വരില്ലായിരുന്നുവെന്നും എടുത്തു പറഞ്ഞ അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടെ തന്റെ തൊപ്പി അവർക്ക് മുന്നിൽ നീട്ടി. അവിടുണ്ടായിരുന്നവർ അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ഉദാരമായി അതിലേക്ക് പണം നിക്ഷേപിച്ചു. അദ്ദേഹത്തിന്റെ സുഹൃത്തും മാനേജറുമായ ജോയും അവിടുണ്ടായിരുന്നു. ജെയിംസ് അവനോട് ക്ഷമ ചോദിച്ചെങ്കിലും സാഹചര്യങ്ങൾ കാരണം മാത്രമാണ് അഭിമാനിയായ ജെയിംസ് ഇതിന് മുതിർന്നതെന്നറിയാമായിരുന്ന ജോ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ജെയിംസിന് ഇനിയും $1.5 കൂടി വേണമായിരുന്നു. ജോ അത് അദ്ദേഹത്തിന് എടുത്തു നൽകി. ഈ പണം കൊണ്ട് ജെയിംസ് നേരെ പോയി കറണ്ട് ബില്ല് അടച്ചു. തന്റെ മക്കളെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ കുടുംബം ഒന്നിച്ച് തങ്ങളുടെ സന്തോഷം പങ്കുവെച്ചു. എങ്കിലും അവരുടെ ജീവിത സമരം മുന്നോട്ടേക്ക് തുടർന്നതേയുള്ളൂ. ജെയിംസിന്റെ കയ്യിലെ പരിക്ക് പതുക്കെ ഭേദമായി വന്നുകൊണ്ടിരുന്നു. എന്നാൽ ആ സുഖം പ്രാപിക്കുന്ന സമയത്തും അദ്ദേഹം കപ്പൽ തുറയിൽ ജോലി ചെയ്യുന്നത് തുടർന്നു. വലതു കൈ പൂർണ്ണമായി സുഖം പ്രാപിക്കാത്തതുകൊണ്ട് തന്റെ ഇടതു കൈയെയായിരുന്നു ജെയിംസ് കൂടുതലായി ആശ്രയിച്ചിരുന്നത്. ഒരു ദിവസം ജെയിംസിന്റെ മാനേജറും അടുത്ത സുഹൃത്തുമായ ജോ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വാർത്തയുമായി അദ്ദേഹത്തിന്റെ അടുത്തെത്തി. താൻ ഒരു മത്സരത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടെന്നും അതിനായി ബോക്സിംഗ് കമ്മീഷനുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ജെയിംസിനോട് പറഞ്ഞു. ഇതൊരു പൂർണ്ണമായ തിരിച്ചുവരവൊന്നുമല്ലെന്നും റിങ്ങിലേക്ക് വീണ്ടും ചുവടുവെക്കാനുള്ള ഒരൊറ്റ അവസരം മാത്രമാണെന്നും ജോ വ്യക്തമാക്കി. ഈ മത്സരത്തിൽ പങ്കെടുത്താൽ ജെയിംസിന് $250 പ്രതിഫലം ലഭിക്കും. ലോകത്തിലെ 2ാം നമ്പർ താരവും ശക്തനും ഭയപ്പെടുത്തുന്നവരുമായ
കോൺ ഗ്രിഫിനായിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി. തന്റെ അവസ്ഥ കണ്ട് തന്നോടുള്ള സഹതാപം കൊണ്ട് ജോ നൽകുന്ന അവസരമാണ് അതെന്ന് കണ്ട് ജെയിംസ് ആദ്യം അത് നിരസിക്കാൻ നിന്നെങ്കിലും ഇത് സഹതാപം കൊണ്ടൊന്നുമല്ലെന്ന് ജോ അദ്ദേഹത്തിനോട് എടുത്തു പറഞ്ഞു. ഗ്രിഫിനുമായി മത്സരിക്കാനിരുന്ന താരം പിന്മാറിയതിനാൽ സംഘാടകർക്ക് അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ ഒരാളെ ആവശ്യമായിരുന്നു. ഇതുവരെ ആർക്കും നോക്കൌട്ട് ചെയ്യാൻ കഴിയാത്ത ജെയിംസ് എന്ന മികച്ച ബോക്സറെ ഒരുപക്ഷെ ഗ്രിഫിൻ ആദ്യമായി നോക്കൌട്ട് ചെയ്യാൻ കഴിഞ്ഞേക്കും എന്ന് ജോ അവരോട് പറഞ്ഞു. ബോക്സിംഗിൽ നോക്കൌട്ട് എന്ന് പറയുന്നത് ഒരു കളിക്കാരൻ ഇടികൊണ്ട് നിലത്തു വീഴുകയും റഫറി 10 വരെ എണ്ണുന്നതിന് മുമ്പ് എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നതാണ്. ജെയിംസ് ഇതുവരെയും അത്തരത്തിലൊരു പരാജയം രുചിച്ചിട്ടില്ല. സംഘാടകർ കഥ കേട്ടപ്പോ അതൊരവസരമായി തോന്നി. ഗ്രിഫിനും അത് സമ്മതിച്ചു. അങ്ങനെയാണ് ജെയിംസിന് അവസരം വന്നെത്തിയത്. ജോയുടെ വിശദീകരണം മുഴുവൻ കേട്ടപ്പോ ജെയിംസ് ഇതിനൊരു വലിയ അവസരമായി നോക്കി കണ്ടു. $250 എന്ന പ്രതിഫല വാഗ്ദാനം ജെയിംസിനെ സംബന്ധിച്ച് അപ്പോൾ അനുഭവപ്പെട്ടത് ജീവശ്വാസമായിട്ടായിരുന്നു. ഉടൻ തന്നെ ജെയിംസ് അതിന് സമ്മതിച്ചു. 1934 ജൂൺ 14 വൈകുന്നേരം ജെയിംസ് മത്സരവേദിയിലെത്തി. അദ്ദേഹം തന്റെ ഷൂസിന്റെ വള്ളി മുറുക്കുമ്പോ ജോ അദ്ദേഹത്തെ സഹായിക്കാനെത്തി. പെട്ടെന്ന് ജെയിംസിന്റെ വയറിൽ നിന്നും ഭക്ഷണം കഴിക്കാത്തതിനെ സൂചിപ്പിച്ച് ഒരു ശബ്ദമുടലെടുത്തു. ജെയിംസ് കൃത്യമായി ആഹാരം കഴിച്ചിട്ടില്ല എന്ന് ജോ തിരിച്ചറിഞ്ഞു. ജെയിംസിനോട് ചോദിച്ചപ്പോ രാവിലെ ചായ മാത്രമാണ് കുടിച്ചതെന്ന് ജെയിംസ് സമ്മതിച്ചു. അത് കേട്ടതും ജോ ഞെട്ടിപ്പോയിരുന്നു. വെറും വയറ്റിൽ എങ്ങനെയാണ് മത്സരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ജോക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സത്യത്തിൽ ജെയിംസിന് ദിവസം 3 നേരം തികച്ച ആഹാരം കഴിക്കാനുള്ള സാമ്പത്തികമില്ലായിരുന്നു. പട്ടിണിയിലൂടെയാണ് ജെയിംസ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ജോ ഒട്ടും മടിച്ചില്ല. വേഗത്തിൽ ജെയിംസിന് ഭക്ഷണം എത്തിച്ചു. റിങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് ജെയിംസ് ആർത്തിയോടെ അത് കഴിച്ചു. പിന്നാലെ നേരെ റിങ്ങിലേക്ക് പുറപ്പെട്ടു. ജെയിംസ് തോറ്റുപോകും എന്നായിരുന്നു എല്ലാവരും കരുതിയത്. അദ്ദേഹത്തിന് പരിശീലനം കുറവായിരുന്നു. മാത്രമല്ല മാസങ്ങളായി അദ്ദേഹം മത്സരിച്ചിട്ടുമില്ല. മത്സരം ആരംഭിച്ചപ്പോ ഗ്രിഫിൻ കളം നിറഞ്ഞു കളിക്കാൻ തുടങ്ങി. ജെയിംസിനെ ഇടിച്ച് നിലം പരിശാക്കി. എന്നാൽ നോക്കൌട്ട് കൗണ്ടിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് ജെയിംസ് എഴുന്നേറ്റ് വന്നു. കീഴടങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നേയില്ല. പിന്നീട് അദ്ദേഹം തന്റെ ഇടതു കൈകൊണ്ട് ശക്തമായ 2 ജാബ്സ് തൊടുത്തുവിട്ടു. ഗ്രിഫിനെ ശക്തമായി പ്രഹരിച്ചു. ജോ ഇത് ശ്രദ്ധിക്കുകയും കപ്പൽ തുറയിലെ ജോലി ജെയിംസിന്റെ ഇടതു കൈയെ അവിശ്വസനീയമാം വിധം ശക്തമാക്കിയിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. തീർച്ചയായും വലതു കൈക്ക് പരിക്കേറ്റത് കാരണം ജെയിംസ് മാസങ്ങളായി ഇടതു കൈയായിരുന്നല്ലോ ആശ്രയിച്ചിരുന്നത്. വെയിറ്റ് പൊക്കിയും മറ്റും ഇടത് കൈകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതിനാൽ ആ ഇടത് കൈക്ക് അപ്രതീക്ഷിത ബലം കൈവന്നിട്ടുണ്ട്. ശക്തമായ കരുത്തോടെയാണ് ഇടത് കൈ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 3ാം റൗണ്ട് ആയപ്പോഴേക്കും ഗ്രിഫിനെ നോക്കൌട്ട് ചെയ്തുകൊണ്ട് ജെയിംസ് എന്ന കാണികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. വിശ്വസിക്കാനാവാതെ ആ അറീന ഒന്നടങ്കം ആർത്തു വിളിച്ചു. ലോകത്തിലെ 2ാം നമ്പർ ഹെവി വെയ്റ്റ് ചാമ്പ്യനെയാണ് ജെയിംസ് എന്ന് പരാജയപ്പെടുത്തിയത്. ജെയിംസിന്റെ ആ വിജയം അദ്ദേഹത്തിന് പെട്ടെന്ന് പ്രശസ്തി നേടിക്കൊടുത്തു. റിപ്പോർട്ടർമാർ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പകർത്താനും അഭിമുഖം എടുക്കാനുമായി ഓടിയെത്തി. $250 അദ്ദേഹം അന്ന് വീട്ടിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന്റെ വിജയവാർത്ത കേട്ടപ്പോ ഭാര്യയും മക്കളും സന്തോഷത്താൽ ആറാടി. കുട്ടികളത് ആഘോഷമാക്കിയപ്പോ വീണ്ടും റിങ്ങിലേക്ക് മടങ്ങാൻ പദ്ധതിയുണ്ടോ എന്ന് മെയ് പതുക്കെ അദ്ദേഹത്തോട് ചോദിച്ചു. ഇത് ആകെ കിട്ടിയൊരു മത്സരം മാത്രമാണെന്നും തിരിച്ചുവരവല്ലെന്നും ജെയിംസ് അവൾക്ക് ഉറപ്പ് നൽകി. മെയ്ക്ക് വലിയ ആശ്വാസമായി. കാരണം അവൾക്ക് അദ്ദേഹത്തിന്റെ വിജയത്തിൽ അഭിമാനമുണ്ടെങ്കിലും ബോക്സിംഗ് റിങ്ങിലെ അപകടത്തെപ്പറ്റി അവൾ എപ്പോഴും ഭയപ്പെട്ടിരുന്നു. അദ്ദേഹത്തോടുള്ള അവളുടെ സ്നേഹം ഏതൊരു വിജയത്തെക്കാളും അത്രമേൽ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വം മാത്രമായിരുന്നു അവൾ ആഗ്രഹിച്ചതും. തൊട്ടടുത്ത ദിവസം തന്നെ ജെയിംസ് കപ്പൽ തുറയിലെ തന്റെ പഴയ ജോലിയിലേക്ക് മടങ്ങിപ്പോയി. മത്സരത്തിൽ നിന്ന് ലഭിച്ച $250 പഴയ ബില്ലുകളും കടങ്ങളും വീട്ടാൻ തന്നെ തികയാതെ വന്നു. ഒടുവിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ $5 ആയിരുന്നു ബാക്കിയായത്. അധികം വൈകാതെ ജോ മറ്റൊരു അവസരവുമായി അദ്ദേഹത്തെ വീണ്ടും കാണാനെത്തി. ബോക്സിംഗ് കമ്മീഷനെ സമീപിച്ച് അദ്ദേഹത്തിന് 2ാമതൊരു അവസരം കൂടി ജോ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. പരിശീലന ചെലവുകൾക്ക് വേണ്ടി $175 കിട്ടിയിട്ടുണ്ടെന്നും ജോ പറഞ്ഞു. പക്ഷെ ഇത് അറിഞ്ഞതും മെയ് കടുത്ത ആശങ്കയിലായി. അദ്ദേഹത്തിന്റെ സുരക്ഷിതത്വത്തെ ഭയന്ന് അവൾ വല്ലാതെ വറീഡായി. ജെയിംസ് വീണ്ടും റിങ്ങിലേക്ക് ഇറങ്ങുന്നത് അവൾക്കിഷ്ടമല്ലായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തെ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അവൾക്കുള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത്. മെയ് അക്കാര്യം തന്റെ ആശങ്കകൾ ജെയിംസിനോട് പറഞ്ഞു. പക്ഷേ ഇത് തനിക്ക് വീണുകിട്ടുന്ന മികച്ച അവസരമാണെന്ന് വിശ്വസിച്ച് വീണ്ടും മത്സരിക്കാനായിരുന്നു ജെയിംസ് തീരുമാനിച്ചത്. അതോടെ ജെയിംസിനെ വീണ്ടും ബോക്സിംഗിലേക്ക് തള്ളിവിടരുത് എന്നപേക്ഷിക്കാൻ മെയ് ജോയുടെ വീട് സന്ദർശിച്ചു. എന്നാൽ അപ്പോഴാണ് മെയ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ജെയിംസിന്റെ പരിശീലനത്തിന് $175 കണ്ടെത്തിയത് ജോ തനിച്ചായിരുന്നു. തന്റെ കയ്യിലുള്ള സകല സമ്പാദ്യവും വിറ്റഴിച്ചാണ് അദ്ദേഹം അത് നേടിയെടുത്തത്. അതറിഞ്ഞതും മെയ് തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടിറങ്ങി. ജെയിംസിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട്
മാത്രമായിരുന്നു അത്ര വലിയ ത്യാഗം ചെയ്ത് ജോ മുന്നിട്ടിറങ്ങിയത്. എന്തായാലും അങ്ങനെ ജോയുടെ സഹായത്തോടെ അടുത്ത മത്സരത്തിന് ബോക്സിംഗ് കമ്മീഷൻ സമ്മതിച്ചു. ജെയിംസ് കഠിനമായ ദൃഢനിശ്ചയത്തോടെ പരിശീലനം നടത്തി. ഒടുവിൽ 1934 നവംബർ 16 അദ്ദേഹം കഴിവുറ്റവനും അജയ്യനുമായ ജോൺ ഹെൻറി ലൂയിസിനെ എതിരിട്ടു. മത്സരം വളരെ കഠിനമായിരുന്നു. ആദ്യ റൗണ്ടുകളിൽ ലൂയിസ് ആയിരുന്നു മുന്നിൽ. ഒരു ഘട്ടത്തിൽ ഒരു ശക്തമായ പഞ്ചേറ്റ് ജെയിംസിന്റെ മൗത്ത് ഗാർഡ് പുറത്തേക്ക് തെറിച്ചു. അദ്ദേഹം കളി ഉപേക്ഷിക്കും എന്നായിരുന്നു കാണികൾ കരുതിയത്. എന്നാൽ ജെയിംസ് തന്റെ ഭാര്യയെയും മക്കളെയും താൻ സംരക്ഷിക്കേണ്ട തന്റെ വീടിനെയും കുറിച്ച് ഓർത്തു. തോറ്റാൽ വീണ്ടും ആ പഴയ പട്ടിണിയിലേക്കും കഷ്ടപ്പാടുകളിലേക്കും മടങ്ങേണ്ടി വരും എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ആ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ അദ്ദേഹം തന്റെ മൗത്ത് ഗാർഡ് തിരിച്ചെടുത്തു വെച്ചു. വീറോടെ പോരാടി. ഒടുവിൽ ലൂയിസിനെ തന്നെ പരാജയപ്പെടുത്തി. ഈ വിജയം ജെയിംസിനും ജോയ്ക്കും പുത്തൻ പ്രതീക്ഷകൾ നൽകി. ആ മത്സരത്തിൽ നിന്ന് ലഭിച്ച സമ്മാനത്തുക ഉപയോഗിച്ച് ജെയിംസ് പണ്ട് തനിക്ക് പൊതുജനസഹായ ഓഫീസിൽ നിന്ന് ലഭിച്ച $19 വലിയൊരു തുക തിരികെ നൽകി. തന്റെ നന്ദിയും മാന്യതയും പ്രകടിപ്പിച്ചു. കാലക്രമേണ ജെയിംസ് ഓരോ മത്സരങ്ങളും ജയിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് അദ്ദേഹം നടന്നു കയറി. അധികം വൈകാതെ അദ്ദേഹത്തിനടുത്ത് വെല്ലുവിളി എത്തി. ലോക 1-ാം നമ്പർ ചാമ്പ്യനായ മാക്സ് ബെയറിനെതിരെ ഒരു മത്സരം. അതായിരുന്നു അത്. ഏവരെയും ഭയപ്പെടുത്തുന്ന ഒരു ഹിസ്റ്ററിയുള്ള ക്രൂരനായ ഒരു ബോക്സറാണ് അവൻ. പത്രങ്ങൾ വരാനിരിക്കുന്ന മത്സരത്തെ ഒരു കളിയായല്ല, മറിച്ച് ഒരു ദുരന്ത സാധ്യതയായിട്ടായിരുന്നു വിശേഷിപ്പിച്ചത്. കാരണം മാക്സ് ബെയർ ഇതിനകം 2 കളിക്കാരെ റിങ്ങിൽ വെച്ച് ഇടിച്ചു കൊന്നിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പെന്നോണം പ്രൊമോട്ടർമാർ ബെയറിന്റെ ക്രൂരമായ മത്സരങ്ങളുടെ ദൃശ്യങ്ങൾ ജെയിംസിനെയും ജോയെയും കാണിക്കുക പോലും ഉണ്ടായി. എന്നിട്ടും ജെയിംസ് ഭയപ്പെട്ടില്ല. അവനെ നേരിടാൻ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. പിന്നീട് ജെയിംസ് തന്റെ കുടുംബത്തോടൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുത്തപ്പോ അവിടെ മാക്സ് ബെയറും എത്തിച്ചേർന്നു. ബെയർ ജെയിംസിന്റെ മേശയിലേക്ക് ഒരു ഷാമ്പെയിൻ കുപ്പി കൊടുത്തയച്ചു. ജെയിംസ് അദ്ദേഹത്തിന് നന്ദി പറയാൻ അങ്ങോട്ടേക്ക് ചെന്നു. റിങ്ങിൽ വെച്ച് തന്നെ കൊല്ലുമെന്ന തരത്തിലുള്ള വലിയ വെല്ലുവിളികളും വർത്തമാനങ്ങളും വേണ്ടെന്ന് അദ്ദേഹം ബെയറോട് വിനയപൂർവ്വം ആവശ്യപ്പെട്ടു. കാരണം അത്തരം വാക്കുകൾ തന്റെ ഭാര്യയെയും മക്കളെയും ഭയപ്പെടുത്തും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മത്സരത്തിൽ നിന്ന് പിന്മാറാനായിരുന്നു ബെയർ ഭയപ്പെടുത്തുന്ന രീതിയിൽ ജെയിംസിനോട് പറഞ്ഞത്. ആ സമയത്ത് മെയ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഓ, ഒരു വിധവയാവാനുള്ള പ്രായമൊന്നും തനിക്കില്ലല്ലോ, നീ ചെറുപ്പമാ. ജെയിംസിനെ എന്തായാലും കൊന്ന ശേഷം നീ എന്റെ അടുത്തേക്ക് പോരെ എന്ന മട്ടിൽ ബെയർ അവളെ കണ്ടതും ക്രൂരമായി പരിഹസിച്ചു. ഇതിൽ പ്രകോപിതയായ മെയ്യാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക് അവന്റെ മുഖത്തേക്കൊഴിച്ച് അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. വീട്ടിലെത്തിയപ്പോ ഭയന്നിരുന്ന മെയ് ബെയർ ഇതിനകം 2 പേരെ കൊന്നിട്ടുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിച്ച് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ജെയിംസിനോട് കെഞ്ചിയപേക്ഷിച്ചു. മറ്റു മത്സരങ്ങൾക്കായി പരിശീലിക്കാനും അവയിൽ പങ്കെടുക്കാനും അവൾ ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും പിന്മാറാൻ ജെയിംസ് തയ്യാറായിരുന്നില്ല. തന്റെ ഭാര്യയെ അപമാനിച്ചവൻ എതിരെ പൊരുതണം എന്ന് ജെയിംസ് ഉറപ്പിച്ചിരുന്നു. താൻ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നറിഞ്ഞിട്ടും തന്റെ കഴിഞ്ഞ മത്സരത്തിൽ വാര്യലിനേറ്റ പരിക്ക് പൂർണ്ണമായി മാറിയിട്ടില്ല എന്നറിയാമായിരുന്നിട്ടും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പിന്നീട് സംസാരിക്കുമ്പോ പരിക്കിന്റെ വിവരം ബെയറിൽ നിന്ന് ഒളിച്ചു വെക്കണം എന്ന് ജോ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. കാരണം ചാമ്പ്യനായ ബെയർ ഇതറിഞ്ഞാൽ അപകടത്തിന്റെ ആഴം കൂടും. അവൻ ആ ഇടം ലക്ഷ്യമാക്കി മർദ്ദിക്കും. ഒടുവിൽ ആ ദിവസം വന്നണഞ്ഞു. 1935 ജൂൺ 13 ലോക ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ജെയിംസ് ബ്രാഡോക്ക് മാക്സ് ബെയറിനെ നേരിടുന്ന ദിവസം. പോകുന്നതിനു മുമ്പ് ജെയിംസ് തന്റെ കുടുംബത്തോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ചു. മെയ്യാകട്ടെ പള്ളിയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടുത്തെ വൈദികൻ അവളോടായി പറഞ്ഞു, 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു ജനതയുടെ പ്രതീക്ഷയും പ്രതീകവുമായി അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിരുന്നു. കടുത്ത വിഷാദരോഗത്തോട് പോരാടി ദാരിദ്ര്യം അനുഭവിച്ച് ഇപ്പോൾ ലോക ചാമ്പ്യൻ പട്ടത്തിനായി പോരാടാൻ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ജെയിംസ്. ജെയിംസ് മറ്റുള്ളവർക്ക് എത്രത്തോളം മാതൃകയാണെന്ന്, പ്രചോദനമാണെന്ന് ആ നിമിഷത്തിൽ മെയ് തിരിച്ചറിഞ്ഞു. മുന്നോട്ട് കുതിക്കാനുള്ള ധൈര്യവും ഒരിക്കലും വിട്ടുകൊടുക്കരുതെന്ന പാഠവുമാണ് അദ്ദേഹം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. മത്സരത്തിനു മുമ്പ് അവൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ജയിക്കാൻ തന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് പണ്ട് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്ന കാര്യം അവൾ ഓർമ്മിപ്പിച്ചു. താൻ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടെന്നും ഇനി മുന്നോട്ടും ഉണ്ടാകുമെന്നും അവൾ ഉറപ്പു നൽകി. അദ്ദേഹം ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്ന കാര്യവും ഒരിക്കലും
ഒരിക്കലും മറക്കരുതെന്ന് അവൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ബെർഗനിലെ ബുൾഡോഗാണ്, ന്യൂജേഴ്സിയുടെ അഭിമാനമാണ്, നമ്മുടെ മക്കളുടെ ഹീറോവാണ്, എന്റെ ഹൃദയത്തിന്റെ ചാമ്പ്യനാണ്. റിപ്പോർട്ടർമാർ അതിനോടകം തന്നെ ജെയിംസിന് പല വിളിപ്പേരുകളും നൽകിയിരുന്നു. ഒരാൾ അദ്ദേഹത്തെ സിൻഡ്രല മാൻ എന്ന് പോലും വിളിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം അത്ഭുതകരമായ ഒരു മാറ്റത്തിന്റെ കഥയായിരുന്നു. ജെയിംസ് മേയെ കെട്ടിപ്പിടിച്ച് വീട്ടിൽ തനിക്കായി ചെന്ന് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് റിങ്ങിലേക്ക് നടന്നു. അറീനയ്ക്കുള്ളിൽ കടുത്ത നിശബ്ദതയും അങ്കലാപ്പും നിറഞ്ഞു നിന്നിരുന്നു. അകത്തേക്ക് ജെയിംസ് എത്തിയപ്പോൾ കാണികൾ ഒന്നടങ്കം നിശബ്ദമാണ്. ബോക്സിംഗ് ചരിത്രത്തിൽ അതുവരെ കാണാത്ത ഒന്നായിരുന്നു അത്. മുൻപ് രണ്ടുപേരെ കൊന്നതുപോലെ ബെയർ അദ്ദേഹത്തെയും റിങ്ങിൽ വെച്ച് കൊല്ലും എന്നെല്ലാവരും ഭയന്നിരുന്നു. എന്നാൽ ജെയിംസ് റിങ്ങിലേക്ക് ചുവടുവെച്ചതും ആ നിശബ്ദത വൻ ആർപ്പുവിളികളായി മാറി. സ്റ്റേഡിയം ഇതുവരെ കാണാത്തത്രയും കാണികളെ കൊണ്ട് നിറഞ്ഞു. ദശലക്ഷക്കണക്കിന് ആളുകൾ റേഡിയോയിലൂടെ ആ മത്സരം തത്സമയം കേട്ടുകൊണ്ടിരുന്നു. അതാ മത്സരത്തെ ചരിത്രപ്രസിദ്ധമായ ഒന്നാക്കി മാറ്റുക കൂടിയായിരുന്നു. തുടക്കത്തിൽ ബെയർ ജെയിംസിനെ അത്ര ഗൗരവമായി എടുത്തില്ല. എന്നാൽ റൗണ്ടുകൾ പുരോഗമിക്കുന്തോറും ജെയിംസ് കഠിനമായ ദൃഢനിശ്ചയത്തോടെ പോരാടിക്കൊണ്ടേയിരുന്നു. ജെയിംസിനെ അത്ര പെട്ടെന്നൊന്നും കീഴടക്കാൻ പറ്റില്ല എന്ന് ബെയർ തിരിച്ചറിഞ്ഞു. തന്റെ പദവി നിലനിർത്താൻ അവൻ പൂർണ്ണശക്തിയോടെ പോരാടാൻ തുടങ്ങി. ഓരോ റൗണ്ട് കഴിയുന്തോറും ഇരുവർക്കും കടുത്ത ക്ഷീണം അനുഭവപ്പെട്ടു. അവസാനത്തിന് തൊട്ടുമുമ്പുള്ള റൗണ്ടിൽ ജെയിംസ് ബെയറിനുമേൽ ആധിപത്യം സ്ഥാപിച്ചു. ശക്തമായ ഇടികൾ സമ്മാനിച്ചു. ബെയർ നിയമവിരുദ്ധമായി പ്രഹരിച്ചുകൊണ്ട് തെറ്റായ കളിക്ക് മുതിർന്നെങ്കിലും റൗണ്ടിന്റെ അവസാനത്തിൽ ജെയിംസ് പോയിന്റ് നിലകളിൽ മുന്നിലായിരുന്നു. വിജയം കൈപ്പിടിയിലായതിനാൽ ഇനി ശ്രദ്ധയോടെ കളിക്കാൻ ജോ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എങ്കിലും അവസാന റൗണ്ട് ആരംഭിച്ചപ്പോ അങ്ങനെ ഡിഫൻസ് ചെയ്തു മാത്രം പിന്നോട്ടിറങ്ങാൻ ജെയിംസ് തയ്യാറായില്ല. അദ്ദേഹം അചഞ്ചലമായ വീര്യത്തോടെ പോരാടി. ബെയറിന് ശക്തമായ തിരിച്ചടികൾ നൽകി. കാണികൾ ഒന്നടങ്കം ജെയിംസ് ബ്രാഡോക്ക് എന്ന ആ ഒരൊറ്റ മനുഷ്യന് പിന്നിൽ അണിനിരന്നു. 15 കഠിനമായ റൗണ്ടുകൾക്ക് ശേഷം ഇരു കളിക്കാരും ചോരയൊലിച്ച് തളർന്നു നിന്നു. ഒടുവിൽ ആ ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോ ലോകം ഒന്നടങ്കം ആഹ്ലാദിച്ചു. പുതിയ ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ജെയിംസ് ജെ ബ്രാഡോക്ക്. എല്ലാ പ്രതിസന്ധികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം ആ അസാധ്യമായ നേട്ടം കൈവരിച്ചു. കഷ്ടപ്പാടുകളുടെയും നിരാശയുടെയും ജീവിതത്തിൽ നിന്ന് ലോക ചാമ്പ്യനായി ഉയർന്നു വന്നുകൊണ്ട് അദ്ദേഹം ദശലക്ഷങ്ങൾക്ക് പ്രചോദനമായി. സമ്മാനത്തുക ഉപയോഗിച്ച് ജെയിംസ് പിന്നീട് ന്യൂജേഴ്സിയിൽ ഒരു വീട് വാങ്ങി. തന്റെ ബാക്കി ജീവിതകാലം മെയ്യോടും മക്കളോടുമൊപ്പം അവിടെ ജീവിക്കുകയും ചെയ്തു. പണ്ട് താൻ ജോലി കിട്ടാതെ അലഞ്ഞ ആ കപ്പൽ തുറയിലെ കയറ്റിറക്കു ജോലിക്കായി അദ്ദേഹം അവിടുത്തെ യന്ത്രങ്ങളിൽ നിക്ഷേപം നടത്തി. അതോടെ തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ദാരിദ്ര്യമുണ്ടാവില്ല എന്ന കാര്യം അദ്ദേഹം ഉറപ്പുവരുത്തി. 1905 ജനിച്ച ജെയിംസ് ബ്രാഡോക്ക് 1974 നവംബർ 29 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ അസാധാരണമായ ജീവിതകഥയാണ് 2005 പുറത്തിറങ്ങിയ സിൻഡ്രല മാൻ എന്ന ഈ ചലച്ചിത്രത്തിന് പ്രചോദനമായത്. ഏറെ രസകരമായ ഈ ജീവിതകഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.